ഇടവകയിലെ കുട്ടിയാണ്. അവളുടെ അടുത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച നിന്നിരുന്നത്. എൻ്റെ പുറകെ ആയിരുന്നു ആ ചേച്ചി ഇരുന്നിരുന്നത്. അപ്പോൾ ആ ചേച്ചി പെട്ടെന്ന് ഇങ്ങനെ ചേച്ചി പറഞ്ഞു, കൊണ്ട് പറയാൻ പറ്റില്ലല്ലോ, ഇങ്ങനെ കാണിച്ചു. അപ്പോൾ തന്നെ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ തുപ്പാൻ പാടില്ല, അപ്പം അതൊന്ന് ഊർത്തി ഇങ്ങനെ കൊടുത്തു. ഇങ്ങനെ ഊർത്തി കൊടുത്തിട്ട് ഇങ്ങനെ തൊട്ട് എൻ്റെ അടുത്തുകൂടിയാണ് ഇങ്ങനെ പോയത്. അപ്പോൾ അതിനകത്ത് നരമ്പ്, ആ ഒരു ഹോസ്റ്റലിൽ നരമ്പ് വരെ ഉണ്ട്. അപ്പം എനിക്ക് മനസ്സിലായി അതിന് തൊട്ട് അരിയല്ല, അത് മാംസമായിട്ട് മാറിയെന്ന്. ഈശോ ജീവിക്കുന്നെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ ആരും എന്ന് പറഞ്ഞാലും എൻ്റെ വിശ്വാസം പോവില്ല. നാലാമത്തെ ആഴ്ച എന്താ കണ്ടേ? നാലാമത്തെ ആഴ്ച ആ ചേച്ചി അച്ഛൻ ചോദിച്ചു. അപ്പം ആ ചേച്ചി പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. ആ ചേച്ചിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പം ആ ചേച്ചിയുടെ കൂട്ടുകാരി പറഞ്ഞു എന്നിട്ട് നാക്കൊന്ന് കാണിച്ചെന്ന് പറഞ്ഞു. കാണിച്ചപ്പോൾ ചുമന്ന കളറിലിരിക്കുന്നു. അപ്പോഴാണ് അച്ഛൻ പെട്ടെന്ന് വന്നിട്ട് ഹോസ്റ്റലിലോട്ട് കഴിഞ്ഞ ആഴ്ച പോയിട്ട് പോലെ അത് കൊടുത്ത് അത് കൊണ്ടുവച്ചു. ഇപ്രാവശ്യം അത് കാണിക്കലുണ്ടായില്ല. ശേഷം ആജ്ഞ ചേച്ചിക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉള്ളതായിട്ട് തോന്നിയോ? ആ ചേച്ചിയുടെ കയ്യിൽ മുറിവ് വന്നു. ഈശോയുടെ 5 മുറിവുകളിൽ ഒരു മുറിവ് വന്നു. അതിന് വന്നുകൊണ്ടിരിക്കുക. ആ ചേച്ചി ഒരു പാനിക്കാണ്, കരഞ്ഞുകൊണ്ടാണ് വണ്ടിയിൽ തന്നെ പോയത്. എല്ലാവരും മുത്തലും എന്നിട്ട് ആ ചേച്ചി ഇന്ന് കൈ മുറിഞ്ഞോ ചേച്ചിയുടെ? ചോര വന്ന കൈയിന്? കൈ മുറിഞ്ഞെന്നാണ് പറഞ്ഞത്. ചോര ഒന്നും അറിയാൻ പാടില്ല. ആ ചേച്ചി കരഞ്ഞ് ഒട്ടും വയ്യ ആ ചേച്ചിക്ക്. എല്ലാം കൂടെ ചോര എന്തെങ്കിലും കണ്ടോ? ചോര കണ്ടില്ല, മുറിവാണ് വന്നത്. അപ്പൊ ആ ചേച്ചിക്ക് താങ്ങാൻ പറ്റണ്ടായില്ല. എല്ലാം കൂടെ ആയിട്ട് പാവം പോകണ്ടായിരുന്നു. ഞാൻ ഈ ഇടവകയിലെ പാട്ടുകാരത്തിയാണ്. ഞാനിവിടെ കൊയറിൽ പാടുന്ന എല്ലാ ദിവസവും വരും. അപ്പോൾ അച്ഛൻ വന്നിട്ടിപ്പോൾ 2 മാസമായിട്ടുണ്ട്. ഞങ്ങളുടെ അച്ഛൻ വന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ എല്ലാ ദിവസവും രാവിലെ വരും. രാവിലെ വന്ന് ഒരു 5:45 എഴുന്നേറ്റ് ദിവ്യാനെ എഴുന്നള്ളിച്ച് വെക്കും. അച്ഛനെ ആരാധിക്കും. അപ്പം ആ സമയത്ത് പൊതുജനങ്ങൾ വരാം, ഇപ്പം അറിഞ്ഞ് എല്ലാവരും വരുന്നുണ്ട്. അങ്ങനെ വന്ന് കുറേ ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രത്യേക ഒരു ചൈതന്യം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണല്ലോ ചൈതന്യം കിട്ടുന്നത്. അങ്ങനെ ഒരു പ്രത്യേക ചൈതന്യം പള്ളിക്ക് ഉണ്ടായിരുന്നു. പിന്നെ 2-3 ആഴ്ച, ഫസ്റ്റത്തെ ആഴ്ചയിൽ അന്ന് ഞാൻ ഫസ്റ്റ് കുർബാനയ്ക്കാണ് പാടാൻ വരുന്നത്. എന്ന് വെച്ചാൽ അതാണല്ലോ ഇടവക ജനങ്ങളുടെ, മറ്റത് കാരിസം കുട്ടികളുടെയാണ്. അപ്പോൾ അതിൽ കുട്ടികളാണുള്ളത്. അപ്പോൾ അവരൊന്ന് ഗ്രൂപ്പ് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ അതിന് ഈ ഫസ്റ്റ് നടന്നന്ന് ഞാൻ വന്നിരുന്നു. അന്ന് എൻ്റെ മോൻ്റെ കാഴ്ചവെപ്പായിരുന്നു. അപ്പം കാഴ്ചവെപ്പിന് പാരൻസ് എല്ലാവരും വന്നു. അപ്പം പാടാൻ വരുമ്പോഴൊക്കെ അച്ഛൻ വഴക്ക് പറയുന്നത്, ഇപ്പോൾ വന്നാലും പാടാൻ നിന്നോണോ എന്ന് പറയണം. അന്ന് നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതേപോലെ കുർബാനയ്ക്ക് കൊടുക്കുന്ന സമയമായപ്പോഴേക്കും കൊച്ചിൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെറിയൊരു വ്യത്യാസം കണ്ടു കഴിഞ്ഞപ്പം അവൾക്ക് എന്തോ ഒരു ഡപ്പ്. അവൾ വിചാരിച്ചു അവളുടെ കൈ പൊട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവളത് അപ്പുറത്തെ കയ്യിലേക്ക് മാറ്റി. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒഴുകുന്നത് കണ്ടു. അപ്പോൾ അവൾ അച്ഛനെ വിളിച്ച് കാണിച്ചു. അച്ഛനപ്പം തന്നെ അതെടുത്തിട്ട് അൾത്താരയിലേക്ക് കൊണ്ടുപോയി കച്ചിയിലേക്ക് മാറ്റിയിട്ട് അൾത്താരയിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് അച്ഛൻ പൊട്ടി കരഞ്ഞു. അച്ഛനത് വല്ലാത്തൊരു ഫീലായിരുന്നു. അപ്പോൾ അവിടെ നിന്നിട്ട് എനിക്ക് ഇങ്ങനെ ഇടതുവശത്തേക്ക് ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെ തോന്നിയിട്ട് ഒരു 5 മിനിറ്റോളം എനിക്ക് ആ ഒരു ഫീലായിരുന്നു. ഷോക്ക് അടിച്ചിട്ട് ഞാൻ മൈക്കിട്ട് താഴെ ഇരുന്ന് കുറേ കഴിഞ്ഞിട്ട് എനിക്ക് കണ്ണീര് നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഒരുപാട് പേർക്ക് ആ ഫീൽ ഉണ്ടായി. ഇവിടെ കുറേ ശിഷ്യന്മാർ ഒരുപാട് കരഞ്ഞു. ഞാനും ഒരുപാട് എന്ന് വെച്ചാൽ എനിക്ക് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് പോലും എനിക്ക് നിർത്താൻ പറ്റാത്ത ഫീലായിരുന്നു. പിന്നെ അച്ഛൻ വന്ന് എൻ്റെ തലക്കൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ കൊച്ചു പേടിച്ചു പോയി. അവള് പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയപ്പോഴേക്കും ഒക്കെ ആകെ പേടിയായി. പിന്നെ അതങ്ങനെ അച്ഛൻ അധികം വെച്ചില്ല. അത് ഇന്ന് എന്താ സംഭവിച്ചു? ആജ്ഞ ഇന്ന് എവിടെയാ? ഇന്ന് പതുപോലെ അവൾ നിൽക്കുന്നിടത്ത് തന്നെ നിന്നത്. അപ്പോഴേക്കും ഇതേപോലെ വെച്ചപ്പോഴേക്കും സാധാരണ നമുക്ക് എല്ലാ ദിവസവും ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ഇത് വെക്കുമ്പോൾ. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, നമ്മുടെ ബ്ലഡിൻ്റെ ഒരു ഇതാണെന്ന് വെച്ചപ്പോൾ അല്ല എന്ന് പറഞ്ഞു, വേറൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞു. ഇന്ന് അതും ഉണ്ടായിരുന്നില്ല. വായിൽ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരത്തി പറഞ്ഞു, ഒന്ന് നോക്കുമോ, ഒന്ന് കാണിക്കുമോ എന്ന് ചോദിച്ചപ്പം കാണിച്ചപ്പോഴാണ് ബ്ലഡ് നിറച്ച്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായി. അവൾ അപ്പം തന്നെ അങ്ങനെ ഉതിർത്തി കൊടുത്തു. അച്ഛനപ്പം തന്നെ കൊണ്ടുപോയി. ഇവിടെ കൊണ്ട് ആരെയും കാണിച്ചില്ല. ഇന്ന് ഞാനും കണ്ടില്ല. ആജ്ഞ ഇപ്പൊ ഇവിടെ ഉണ്ടോ? ദേവാലയത്തിലുണ്ടോ? ഇല്ല, ആജ്ഞ പോയി. അവള് കുറെ കഴിഞ്ഞ് പിന്നെ എന്തോ ക്ഷീണമൊക്കെ ആയി, ഭയങ്കരമായിട്ട് ക്ഷീണമായി. ഇത് വന്നു പിന്നെ വരുന്നവർ മുഴുവൻ അതിനെ തൊട്ടുമുത്തുന്നു. അതൊരു ബുദ്ധിമുട്ടാണ്. അവർക്കും ഫാമിലി ആയിട്ടുള്ളവർ അങ്ങനെ കൊണ്ടുപോയി. ഇന്നിപ്പോൾ ഒത്തിരി മുമ്പാണ് വണ്ടി കയറ്റി കൊണ്ടുപോയത്. എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഈ ഇടവകയായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഒരു അത്ഭുതവുമായിട്ട് ബന്ധപ്പെട്ടോ വന്നിരുന്നോ? ഉണ്ട്. ഞാൻ ഫേസ്ബുക്കിലേക്ക് വരുന്നതിന്റെ കമന്റ് നോക്കുമ്പോൾ കാണുന്നത് വായിൽ പൂപ്പൽ വരുന്നു, അങ്ങനെ ഒരുപാട്. നമുക്കത് ഞാൻ ഇപ്പം നോക്കാറില്ല. എന്ന് വെച്ചാൽ നമുക്ക് അന്ന് നോക്കുമ്പോൾ നമ്മൾ ആർജിച്ചെടുത്തൊരു വിശ്വാസമുണ്ട്. അതിനെതിരായിട്ട് വരുന്ന കാണുമ്പം നമുക്ക് സഹിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് മീഡിയക്കാർ വരുമ്പോഴും വരാതെന്ന് വെച്ചാൽ കമന്റ് ബോക്സ് തുറക്കാൻ തന്നെ പറ്റുന്നില്ല.